Hi, I am Roger Sios, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും 2 കൗൺസിലിംഗ് ഷെഡ്യൂളുകളിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും അതിനോടൊപ്പം അലൈഡ് കോഴ്സുകളിലേക്കും ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള എലിജിബിലിറ്റി അതിനോടൊപ്പം കോഴ്സും ക്യാമ്പസും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക. ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലൂടെയുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെയുള്ള സ്റ്റേറ്റ് കൗൺസിലിംഗ് ആണ്. ഇതിൽ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, അതിൻ്റെ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നു, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും കൗൺസിലിംഗ് പ്രൊസീജിയറും തുടങ്ങുന്നു. ഓഗസ്റ്റ് 14-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഷെഡ്യൂളിനോടൊപ്പം സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കാനുള്ള ഷെഡ്യൂളുകളും MCCയുടെ സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. മെഡിക്കൽ എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി അലേർട്ടിലായിരിക്കണം. നാം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിജിലൻ്റ് ആയിരിക്കണം. എൻട്രൻസ് റിലേറ്റഡ് ആയുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നാം എങ്ങനെ പങ്കെടുക്കണം, എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഈസിയായി നമ്മുടെ ഒരു റാങ്കും കോഴ്സും എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്ത് ഏത് കോളേജും ക്യാമ്പസുമാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും ചെയ്യാം. ഇനി ഇപ്പം NTA സൈറ്റിലൂടെ MCC പബ്ലിഷ് ചെയ്തിരിക്കുന്ന MCCയുടെ സൈറ്റിലൂടെ NTA പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെയും ഡേറ്റുകളാണ് ആദ്യമായി തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി 2 കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂളുകളിലുള്ള ഡിഫറൻസും എന്താണെന്ന് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് ഓഗസ്റ്റ് 14-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 23-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. ഓൾ ഇന്ത്യയുടെ കൗൺസിലിങ്ങിൽ നാം പങ്കെടുക്കുമ്പോൾ അവിടെ 2 കോഴ്സുകളാണ്, MBBSഉം BDSഉം, ഗവൺമെൻറ് സെക്ടറിലെ കോഴ്സുകൾ. ഇതിനോടൊപ്പം AFMCയുടെ മുഴുവൻ സീറ്റുകൾ, എയിംസിൻ്റെ നമുക്ക് ഇന്ത്യയിലുള്ള മൊത്തം ടോട്ടൽ 20 എയിംസുകളുടെ മുഴുവൻ സീറ്റുകൾ, ജിപ്മർ 2 ജിപ്മറിൻ്റെ മുഴുവൻ സീറ്റുകൾ, ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റുകളുടെ 15%, ഇത്രയുമാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ നമുക്ക് നേടാൻ പറ്റുക. ഇതിനോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ 100% സീറ്റും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിലൂടെയൊക്കെ നമുക്കൊരു അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 14 മുതലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാം പങ്കെടുക്കണം. അതിൽ ആദ്യത്തെ 2 ദിവസം കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള സമയമാണ്. അതിനുശേഷം നാം അടയ്ക്കേണ്ട ഫീസുകൾ, ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് എത്ര എന്നുള്ളത് 14-ാം തീയതി MCCയുടെ സൈറ്റിൽ വരുന്ന പ്രോസ്പെക്ടസിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 10,000 റുപ്പീസും, റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 5,000 റുപ്പീസും, ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിലേക്കാണ് അഡ്മിഷൻ നേടേണ്ടതെങ്കിൽ 2 ലക്ഷം രൂപ ഫീസും അടച്ചായിരുന്നു രജിസ്ട്രേഷൻ നാം തുടങ്ങേണ്ടത്. അപ്പോൾ ഇനി ഈ വർഷത്തെ പാറ്റേൺ, ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത്, അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി 14-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്തുള്ള പ്രോസ്പെക്ടസിലൂടെ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുക. ഇനി അങ്ങനെ 14-ാം തീയതി നാം തുടങ്ങുമ്പോൾ നമ്മൾ ഏതൊക്കെ ക്യാമ്പസുകളിൽ, ഏതൊക്കെ കോളേജുകളിൽ, ഏതൊക്കെ കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുക്കണമെന്നുള്ള ഒരു ലിസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ച് എല്ലാ കാൻഡിഡേറ്റ്സും ഇപ്പോൾ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇനി ഇത് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 23-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 29-ന് മുമ്പായി നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ആ ലഭിച്ചിരിക്കുന്ന കോളേജിൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഫ്രീ എക്സിറ്റ് ആകാനുള്ള ഓപ്ഷനും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലുണ്ട്. ഇനി ഇതിനോടൊപ്പം സെയിം ടൈമിൽ തന്നെ 21 മുതൽ 29 വരെ സ്റ്റേറ്റ് വൈസുള്ള, അത് ഓരോ സ്റ്റേറ്റിൻ്റെയും, കേരള സ്റ്റേറ്റ്, അതുപോലെ തമിഴ്നാട്, കർണാടക, അതുപോലെ മഹാരാഷ്ട്ര, അങ്ങനെ തെലങ്കാന, ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും അതാത് സ്റ്റേറ്റിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയറും ഓപ്ഷൻ രജിസ്ട്രേഷനും ഈ സെയിം ടൈമിൽ നടക്കുന്നു. അപ്പം നമുക്ക് അതർ സ്റ്റേറ്റിലെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 15% സീറ്റിലേക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിലെ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്ത്, എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിലും നാം കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇനി കേരളത്തിലെയാണ്
കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും നമുക്ക് MBBSൻ്റെയും BDSൻ്റെയും കേരളത്തിലെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് ശേഷം വരുന്ന 85% സീറ്റും അതിനോടൊപ്പം ബാക്കിയുള്ള മുഴുവൻ കോഴ്സുകളും ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്ക് ഇങ്ങനെ പോകുന്ന മുഴുവൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ 21 മുതൽ 29 വരെ നടക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇതിനോടൊപ്പം ഈ സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു അഡ്മിഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, നമുക്കൊരു കോളേജോ കോഴ്സോ അനുവദിച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 5 മുമ്പായി നിർബന്ധമായും നാം അഡ്മിഷൻ നേടണം. അഡ്മിഷൻ എടുക്കാത്ത, ഫീസ് അടയ്ക്കാത്ത ഒരു കാൻഡിഡേറ്റ്സിനെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലെ അടുത്ത അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുക പോലുമില്ല. പക്ഷേ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് അങ്ങനെയല്ല. ഫസ്റ്റ് കൗൺസിലിങ്ങിൽ നമുക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇനി ഫസ്റ്റിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും സെക്കൻഡിൽ നമുക്ക് പങ്കെടുക്കാം. പക്ഷേ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ അങ്ങനെയല്ല. ഫസ്റ്റിൽ മാത്രമാണ് നമുക്ക് എൻട്രി ഉള്ളത്. അവിടെ കൊടുക്കുന്ന ക്യാമ്പസിനെ ബേസ് ചെയ്ത് മാത്രമാണ് സെക്കൻഡിലും തേർഡിലും നമ്മളെ കൺസിഡർ ചെയ്യുക. ഇനി ഫസ്റ്റിൽ നാം കൊടുത്തിരിക്കുന്ന ഓർഡറിൽ നമുക്ക് എത്രാമത്തെ ക്യാമ്പസ് ആണോ ലഭിക്കുന്നത് അതിന് താഴോട്ടുള്ളതെല്ലാം ഡിലീറ്റ് ആയി പോകും. മുകളിലുള്ളത് മാത്രമാണ് പിന്നെ നമ്മളെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കൗൺസിലിംഗ് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ക്യാമ്പസുകളും പ്രയോറിറ്റി ഓർഡറിൽ, നമുക്ക് ആവശ്യമില്ലാത്തത് ആദ്യം കൊണ്ട് കൊടുക്കരുത്. 1, 2, 3 എന്നുള്ള ഓർഡറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, നമുക്കിപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആവട്ടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ആവട്ടെ, നാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം എൻട്രൻസ് കമ്മീഷനുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എൻട്രൻസ് കമ്മീഷൻ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം, ഏത് കോളേജ് വേണം. നമ്മൾ ഏതായിരിക്കും ആദ്യം പറയുക? ആ ആദ്യം ചോദിക്കുമ്പോൾ അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മോശം ആദ്യം ചോദിച്ചാലോ അവിടെ തന്നെ നമുക്ക് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ തരും. അപ്പോൾ ഒരിക്കലും എൻട്രൻസ് കമ്മീഷൻ ചോദിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്, അവിടെ സീറ്റ് ഒഴിവുണ്ടോ, നമ്മളെ കൺസിഡർ ചെയ്യുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും നല്ലത് തന്നെ, നമ്മുടെ ഈ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് തന്നെ, നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് തന്നെ നമ്മൾ ആദ്യം ചോദിക്കുക. അങ്ങനെ അവിടെ സീറ്റ് ഇല്ല എന്ന് എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞാൽ മാത്രം അടുത്ത രണ്ടാമത്തെ ബെസ്റ്റ് ചോദിക്കുക. അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മാത്രം തേർഡ് ബെസ്റ്റ് ചോദിക്കുക. അങ്ങനെ ആ ഓർഡറിൽ വേണം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നാം മേക്ക് ചെയ്തിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലാണേലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലാണേലും കൊടുക്കുവാനായിട്ട്. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലാണെങ്കിൽ ഫസ്റ്റിൽ നാം കൊടുത്തു, നമുക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടി, നമുക്ക് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുകയോ കണ്ടിന്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി ഫസ്റ്റിൽ പങ്കെടുത്തില്ലെങ്കിലും സെക്കൻഡിനകത്ത് വീണ്ടും പങ്കെടുക്കാം ഫീസ് അടച്ചുകൊണ്ട്. സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ ഇതൊന്നും സാധിക്കത്തില്ല. നമുക്ക് ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് സെക്കൻഡും തേർഡും ഒക്കെ പോകുന്നത്. ഇനി ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും നമ്മൾ എക്സിറ്റ് ആയിപ്പോയി, നമ്മൾ ഫീസ് അടച്ചില്ല, നമുക്ക് കൺസിഡർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പങ്കെടുക്കാനുള്ള ലാസ്റ്റ് സ്ട്രേ വേക്കൻസി മാത്രമാണ്. പക്ഷേ സ്ട്രേ വേക്കൻസിയിൽ സീറ്റുകളൊന്നും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്ട്രേ വേക്കൻസി എന്ന് പറയുന്ന റിസ്ക് ആണ്. അതിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യരുത്. കൃത്യമായ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സീറ്റും കോഴ്സും കോളേജും ഒക്കെ നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യയുടെ 14th സ്റ്റാർട്ടാവുന്നു, 23rd അലോട്ട്മെൻറ്റ് വരുന്നു, 29th മുമ്പായിട്ട് കോളേജുകളിൽ വേണമെങ്കിൽ അഡ്മിഷൻ നേടാം, ഇല്ലെങ്കിൽ സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ 21st 29th ഇൻ ബിറ്റ്വീനായി ഓപ്ഷൻ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അലോട്ട്മെൻറ്റിൽ കൃത്യമായിട്ട് വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം സെപ്റ്റംബർ 5 മുമ്പായിട്ട് നാം കോളേജുകളിൽ അഡ്മിഷൻ നേടുക. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് റൗണ്ട്, ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 to 13th ആണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡ് റൗണ്ടിൽ വരുന്ന വിദ്യാർത്ഥികൾ 20th സെപ്റ്റംബറിന് മുമ്പായി നാം അഡ്മിഷൻ നേടുകയും വേണം. ഇനി ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഓൾ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് കൗൺസിലിങ്ങിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതിൻ്റെ ഡേറ്റ് 11th to 20th സെപ്റ്റംബർ ആണ്. അപ്പോൾ ഈ കൃത്യമായിട്ട് ഓരോ കൗൺസിലിങ്ങിലും, അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങോ സെക്കൻഡ് സ്റ്റേറ്റ് കൗൺസിലിങ്ങോ ഏതുമാവട്ടെ, നാം കൃത്യമായിട്ട് പങ്കെടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചു കഴിഞ്ഞാൽ നാം അതിലൂടെ ജോയിൻ ചെയ്യണം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരെണ്ണം ലഭിച്ചു, നമുക്കിഷ്ടമില്ലാത്ത ഒന്നാണ്, നാം വെയിറ്റ് ചെയ്യാം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ, എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിനുവേണ്ടി പങ്കെടുക്കാം. ഇനി സ്റ്റേറ്റിലാണെങ്കിൽ നാം ലഭിച്ചതാണെങ്കിൽ പോലും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം
അടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ അത് ഓൾ ഇന്ത്യയിലാവട്ടെ സ്റ്റേറ്റിലാവട്ടെ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും കൃത്യമായ ഈ ഷെഡ്യൂളുകൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഷെഡ്യൂളുകൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഓരോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് സ്ട്രേ വേക്കൻസി, സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ട്രേ വേക്കൻസി, ഇത് ഏതുമാവട്ടെ ഓരോന്നും നടക്കുന്ന സമയത്ത് അതിൽ നാം പങ്കെടുക്കേണ്ട മെത്തേഡ് എന്താണ്, അതിൽ ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു കോഴ്സ് എങ്ങനെ നേടാം, അതിനുശേഷം നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്തിക്കും. ഇതൊന്നും അത്ര ടെൻഷനോടെ ചെയ്യേണ്ട കാര്യങ്ങളല്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇനി ഈ സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമുക്ക് ലഭിക്കുന്ന ഒരു കോഴ്സും കോളേജും നാം ജോയിൻ ചെയ്യുക തന്നെ ചെയ്യുക. നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വന്നാൽ എൻട്രൻസ് കമ്മീഷൻ നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നാം കുറച്ചുകൂടെ നല്ലത് കിട്ടിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് വെയിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സീറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റാങ്കിലൂടെ നമുക്ക് ലഭിച്ച ഒരു കോഴ്സോ ക്യാമ്പസോ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് സെക്ടറുകളൊക്കെ സ്റ്റേറ്റിലാണ് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ വരുന്ന എല്ലാ സീറ്റുകളും കൃത്യമായി ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു ക്യാമ്പസും കോഴ്സും നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ടൈം ഷെഡ്യൂളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണെങ്കിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലാണെങ്കിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മുടെ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഫീസ് അപ്പോൾ തന്നെ അടയ്ക്കണം. അപ്പോൾ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമുക്ക് സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 10 ലക്ഷം രൂപ ഫീസാണ്. സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെ നമുക്ക് 8 ലക്ഷം രൂപയാണ് ഫീസ് എന്നിരിക്കട്ടെ. അപ്പോൾ ആ 8 ലക്ഷം രൂപ ഫീസിൽ വരുന്ന എൻട്രൻസ് കമ്മീഷൻ അടച്ചതിന് ശേഷം വരുന്ന ബാക്കി ഫീസ് കൃത്യമായിട്ട് അടച്ചു വേണം നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഈ സമയത്ത് അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലോ ഏതുമാവട്ടെ നമുക്ക് വേണ്ട ഫണ്ടും ജോയിനിങ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻസുകളും എല്ലാം ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്ന മുഴുവൻ സമയത്തും എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട്, ഓരോ വെബ്സൈറ്റും കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഈ ആൽഫയുടെ യൂട്യൂബ് ചാനലും കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. എന്ത് സംശയങ്ങൾക്ക് വിളിക്കാം. ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.